കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. അവന്റെ ദേഷ്യം അടങ്ങുന്നവരെ അമലു അവനോട് മറ്റൊന്നും ചോദിക്കാതെ ആ കയ്യിൽ തൂങ്ങി നെഞ്ചിലേക്ക് ചാരി പാറയിലിരുന്നു. ആദ്യമൊക്കെ അവന്റെ കൈവിരലുകളിൽ കോർത്ത വിരലുകളിൽ നിന്നും തന്നെ അറിയാമായിരുന്നു അവന്റെ ഉള്ളിലെ ആ നേരത്തെ ആത്മസംഘർഷം അത്രയും. മെല്ലെ പെല്ലെ അത് കുറയുന്ന അനുസരിച്ച് അവന്റെ കൈകൾ അയഞ്ഞു. അവളുടെ കൈയെ പിടിച്ചു വെച്ചിരുന്ന വിരലുകളപ്പോൾ ആ കൈകൾ മെല്ലെ തടവുകയാണ്. അവൾ അവനെ മെല്ലെ തല ഉയർത്തി നോക്കി. ദേഷ്യത്തിൽ ചുവന്നിരുന്ന മുഖത്തിപ്പോൾ അവളോടുള്ള സ്നേഹം കൊണ്ടെന്ന പോലെ കുഞ്ഞൊരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയിലേക്ക് നോക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന സന്തോഷം അവളുടെ മുഖത്തും തെളിഞ്ഞു. എങ്ങനെയാ ഇത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയേ? അതുവരെ മിണ്ടാതിരുന്നവളുടെ ചോദ്യത്തിൽ അവന്റെ കണ്ണൊന്ന് ചുരുങ്ങി. പശുവും ചൊത്ത് മോരിലെ പുളിയും പോയി. അപ്പോഴാണ് എന്റെ കുട്ടി ജനിക്കാത്ത കിടാവിന്റെ പേരും തപ്പി ഇറങ്ങിയേക്കുന്നത്. അവളെ കളിയാക്കിക്കൊണ്ടുള്ള ചോദ്യത്തിൽ അവൻ ചിരിച്ചു തുടങ്ങും മുന്നേ കൈത്തുടയിൽ ആ കീരിപ്പല്ല് താഴ്ന്നിരുന്നു. അമ്മേ! അപ്രതീക്ഷിതമായി കിട്ടിയതുകൊണ്ട് തന്നെ അറിയാതെ അവന്റെ ശബ്ദം അല്പം ഉയർന്നുപോയി. അയ്യോ, പതുക്കെ, അമ്മ കേക്കും. ചുറ്റുപാട് നോക്കി അവൾ അവന്റെ വായ പെട്ടെന്ന് പൊത്തി. ആടി, ഓർക്കാപ്പുറത്ത് ഇതുപോലെയൊന്നും ഞാനും അങ്ങോട്ട് തരട്ടെ, അപ്പൊ കാണാം. അവൾ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന കൈ തട്ടിമാറ്റി കടിച്ചിടം അമർത്തി തടവിക്കൊണ്ട് ഏതൻ പല്ല് ഞെരിച്ചു. അത് പിന്നെ എന്നെ കളിയാക്കിയോണ്ടല്ലേ? പെണ്ണ് പിന്നെയും ചുണ്ടു പിളർത്തി പിണങ്ങി. ഹ, ഇതാപ്പം നന്നായത്. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയാൻ കാത്തു നിൽക്കും അവക്ക് നുള്ളാനും പിച്ചാനും. വേറെ ആര് വന്നിനി എന്ത് പറയട്ടെ? മൂങ്ങിക്കൊണ്ട് നിൽക്കുകയല്ലാതെ തുറിച്ചൊന്ന് നോക്കുക പോലും ചെയ്യില്ല പെണ്ണ്. എല്ലാ ഉപദ്രവം എനിക്ക് വേണ്ടി കാത്തുവെച്ച പോലെയാണ് അവളുടെ പ്രവൃത്തികൾ അത്രയും. വേദന അരിച്ചിറങ്ങും തോറും അവന്റെ ദേഷ്യം കൂടി വന്നു. സോറി, ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല. അപ്പോഴേക്കും ആ കണ്ണ് നിറഞ്ഞു. അച്ചോടാ, അപ്പോഴേക്കും എന്റെ കുഞ്ഞാവിക്ക് സങ്കടം വന്നല്ലോ. കുഞ്ഞു പിള്ളേരെ കൊഞ്ചിക്കുന്ന പോലെ അവളെ നെഞ്ചോടടക്കി പിടിച്ചവൻ നെറുകയിൽ അമർത്തി ചുംബിച്ചു. വേണ്ട, പോ. പെണ്ണൊന്ന് കുതറി. ഹ, അങ്ങനെ പോകാൻ പറ്റുമോ? ഈ ഹരന്റെ പ്രാണനല്ലേ നീ? എന്റെ സുന്ദരി കൊച്ച്. അവൻ ആ താടിത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിക്ക കൂടി തുടങ്ങിയതും അവൾക്ക് വല്ലാത്ത ചമ്മല് തോന്നി തുടങ്ങി. ഹരൻ. അവൾ ആ പേര് മെല്ലെ വിളിച്ചു. നാളുകൾക്കിപ്പുറം വീണ്ടും അവളുടെ വിളി ഹൃദയത്തിലേറ്റിക്കൊണ്ടവൻ പുഞ്ചിരിച്ചു. എത്ര കാലങ്ങൾക്ക് ശേഷമാണെന്നോ നിന്റെ നാവിൽ നിന്ന് ഇങ്ങനൊരു വിളി കേൾക്കുന്നത്? കാലങ്ങൾ പിന്നിലേക്ക് പായുന്നേരം ഓർമ്മയിൽ നിന്ന് ഓർത്തെടുക്കാൻ വേണ്ടി അവൻ ആ കണ്ണുകൾ മെല്ലെ അടച്ചു. ആകാശിന് പകരം ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കാൻ ചെന്ന ദിവസം ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരുന്ന സുധിച്ചേട്ടൻ ഓഫീസ് മുറിയിലേക്ക് വന്ന് ഇവൾക്ക് തന്നെ പരിചയപ്പെടുത്തിയത് ഹരൻ എന്ന പേരിലായിരുന്നു. ആൾക്ക് ഏതൻ ഹരൻ മഹാലക്ഷ്മി എന്ന പേരിൽ ഹരൻ മാത്രമായിരുന്നു പെട്ടെന്ന് കിട്ടിയത്. അതിൽ തന്നെ ആളുടെ വിക്ക് കാരണം അത് ഹരനായി. അതുപോലെ തിരിച്ചു പരിചയപ്പെടുത്തുമ്പോൾ ആമ്പൽ അമലുവുമായി. ആദ്യമായി പരിചയപ്പെടുത്ത പേര് മനസ്സിൽ പതിഞ്ഞുകൊണ്ടാകും. അന്നേക്ക് ശേഷം പിന്നെ ഇന്ന് വരെ അവൾ തനിക്ക് അമലുവാണ്. തിരിച്ച് സാറെന്ന് വിളിക്കാത്ത നേരങ്ങളിൽ താൻ അവൾക്ക് ഹരനും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഇടയിലൊരു തെറ്റിദ്ധാരണകളും സാഹചര്യങ്ങളും മറ്റും മോശമായെങ്കിലും ഈ പേര് മാത്രം മനസ്സിൽ നിന്ന് മാറിയില്ല. ഇന്നിപ്പോൾ ഒരാളില്ലാതെ മറ്റൊരാൾക്ക് പറ്റില്ല എന്നുള്ള ഈ നിമിഷത്തിലും ആ പേര് തന്നെയാണ് രണ്ടുപേരുടെയും മനസ്സിൽ. പക്ഷെ അവൾ തന്നെ ഹരനെന്ന് ചേർത്ത് വിളിക്കുന്നതിലും അധികം ആ സ്വരത്തിൽ മറ്റൊരു വിളി കേൾക്കുന്നതാണ് ഇപ്പോൾ കൂടുതൽ ഇഷ്ടം. ഒരിക്കൽ ഇഷ്ടം കൂടിയ നേരത്ത് അവളുടെ നാവിൽ നിന്ന് വീണ ആ പേര്. അതിനുശേഷം പിന്നെ ഇതുവരെ അവൾ അത് വിളിച്ചു കേട്ടിട്ടില്ല. പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട് ആ വിളിയൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം. പക്ഷെ അത് കേൾക്കുമ്പോൾ പെണ്ണിന്റെ നാണവും ലജ്ജയും കാരണം അവൾ ഇനി അത് വിളിക്കുമോ എന്നുപോലും അറിയില്ല. ഒപ്പം വേറെന്തൊക്കെയോ ഓർമ്മയിലിരുന്ന് ചിരിക്കുന്നവനെ കണ്ട് അന്തം വിട്ട പെണ്ണ് ആ കയ്യിൽ രണ്ട് തട്ട തട്ടി. സ്വപ്നം കാണുവാ? എന്ത് സ്വപ്നം? അതൊരു സ്വപ്നം. പറഞ്ഞുകൊണ്ട് അവളുടെ കണ്ണിൽ നിന്നും അവൻ മുഖം മാറ്റി. എന്നോട് പറയില്ലേ? അപ്പോഴേക്കും ആ മുഖം വീർത്തിട്ടുണ്ട്. ഇപ്പൊ പറയാൻ പറ്റില്ല. ഓ, അപ്പൊ എന്നോട് പറയാൻ പറ്റാത്ത രഹസ്യം ഉണ്ടോ? അത് പിണക്കത്തിലേക്കാണ് പോകുന്നതെന്ന് കണ്ടതും അവൻ അവളുടെ മുഖം ഇരു കൈകൾ കൊണ്ടും കൈക്കുമ്പിളിലേക്ക് എടുത്തു. അത് രഹസ്യമൊന്നുമല്ല പൊന്നെ. പിന്നെ? ശോ, നീ ഇങ്ങനൊന്നും ചോദിച്ചെന്നെ വെട്ടിലാക്കല്ലേ കൊച്ചേ. ആക്കും. എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാനെല്ലാം പറയാറുണ്ടല്ലോ. അപ്പൊ പിന്നെ ഏട്ടന് പറഞ്ഞാലെന്താ? അപ്പോഴേക്കും അവൾ ശരിക്കും ഏതന്റെ വാശിക്കാരി കുറുമ്പത്തി മാത്രമായിരുന്നു. കുഞ്ഞേ, അമലു, നുണ പറയാൻ വേണ്ടിയുള്ള സോപ്പിംഗ് ആണെന്ന് മനസ്സിലായി. വേണ്ട, പറയണ്ട. എനിക്കൊട്ട് കേൾക്കാൻ വേണ്ട. ഇനി ഞാനും ഒന്നും പറയാതിരുന്നാ മതിയല്ലോ. പെണ്ണ് മൊത്തത്തിൽ പിണങ്ങി തിരിഞ്ഞു നിന്നു. അപ്പൊ നിന്നെ അറിയുന്ന ആരെങ്കിലും വന്ന് ഇത് കാണണം. ഞെട്ടിപ്പോവും. അവള് കടക്കണ്ണുകൊണ്ട് അവനെ നോക്കി. അല്ല,
നിന്നെ അറിയാവുന്ന എല്ലാവരുടെയും വിചാരം നീ ഒരു പഞ്ചപാവമാണ്, വഴക്കുണ്ടാക്കാൻ അറിയില്ല, ആരെയും ഉപദ്രവിക്കാൻ അറിയില്ല, എന്തിന് ഒന്നൊച്ചത്തിൽ സംസാരിക്കാനോ പിണങ്ങാനോ പോലോ അറിയില്ല എന്നൊക്കെയാ. പക്ഷെ സത്യം എനിക്കല്ലേ അറിയൂ. നെഞ്ചിൽ കൈവച്ച് പദം പറയുന്ന കേട്ടതും അവൾ അറിയാതെ ചിരിച്ചുപോയി. ഹോ, ചിരിച്ചല്ലോ. അവൻ അവളെ വട്ടം ചുറ്റിപ്പിടിച്ച് കൈക്കുള്ളിൽ ഒതുക്കി. ചിരിച്ചെങ്കിലും ഞാൻ പിണക്കാ, എന്നോട് പറഞ്ഞില്ലല്ലോ. അവളുടെ ചുണ്ട് പിന്നെയും കൂർത്തതും അവൻ ആ ചുണ്ടിലൊന്ന് വലിച്ചുവിട്ട് വിരൽത്തുമ്പ് വെറുതെ ഒന്ന് മുത്തി. പെണ്ണിന്റെ മുഖം ചുവന്നു. കണ്ടോ കണ്ടോ, വെറുതെ ആ ചുണ്ടിൽ തൊട്ട വിരലുകൾ ഞാനൊന്ന് മുത്തിയപ്പോൾ തന്നെ നിനക്ക് ഇത്രയും നാണം. അപ്പൊ പിന്നെ ഞാൻ മനസ്സിൽ കണ്ടതൊക്കെ നിന്നോട് പറയാൻ തുടങ്ങിയാൽ നീ പിന്നെ എന്റെ മുന്നിലേക്ക് പോലും വരില്ലല്ലോ കൊച്ചേ. അവനൊന്ന് ദീർഘനിശ്വാസം എടുത്തു. സംശയത്തിൽ അവളുടെ കണ്ണുകൾ ചുരുങ്ങി. നീ ഇങ്ങനെ നോക്കണ്ട. ഈയിടെയായി നിന്നെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ വേണ്ടാത്ത ചിന്തകളാണ് മനസ്സിൽ വരിക. അതും അവൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നിയതും അവൻ നെറുകയിൽ കൈതട്ടി പെണ്ണിനെ അവനോടങ്ങ് അടുപ്പിച്ചു. പിന്നെ ചുണ്ടുകൾ മെല്ലെ ആ കാതിലടപ്പിച്ചു. സ്ട്രിക്ട്ലി ആണ് എന്റെ പൊന്നെ കൂടുതലും. തൽക്കാലം അതൊന്നും കേൾക്കാൻ എന്റെ കുഞ്ഞ് വലുതായിട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്വപ്നം കണ്ട് സന്തോഷിക്കുമ്പോ എന്റെ കുഞ്ഞതറിയാൻ വാശി പിടിക്കരുത്. അതെനിക്കും നിനക്കും ഒരുപോലെ നല്ലതല്ല. പറഞ്ഞവൻ മുഖം ഉയർത്തതും കാണുന്നത് അന്തം വിട്ട് അവനെ നോക്കി നിൽക്കുന്നവളെയാണ്. ടേബിളിൽ ഇരിക്കുന്ന ബുക്കിലൂടെ അവളുടെ വിരലുകൾ വെറുതെ ഓടിപ്പോയി. അലോട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും കുറച്ച് കാശെങ്കിലും കൊടുക്കേണ്ടി വരും. അച്ഛൻ അത് കൊടുക്കാൻ വേണ്ടി പിന്നിലെ തൊടിയിലെ 10 സെന്റ് വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നൂന്ന് ഇന്നലെ പറയുന്ന കേട്ടു. കേട്ടതല്ല, അച്ഛന്റെയും അമ്മയുടെയും വഴക്കിനിടയിൽ അമ്മ എന്തൊക്കെയോ പദം പറഞ്ഞ് കരയുമ്പോൾ ആകെ കയ്യിലുള്ള 10 സെന്റും കൂടി വിറ്റ് നശിപ്പിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്ന കേട്ടതാണ്. മൂത്ത മകൾക്ക് 70 പവനും 5 ലക്ഷം രൂപയും കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ചോദ്യം പോലും നിന്റെ ഭാഗത്തു നിന്ന് വന്നില്ലല്ലോ എന്നുള്ള ചോദ്യത്തിലാണ് അവസാനം അമ്മ അടങ്ങിയത്. കാരണം എന്തൊക്കെ വഴക്കുണ്ടാക്കുന്നുണ്ടെങ്കിലും അച്ഛൻ ഇന്നുവരെ ഈ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പ്രത്യേകിച്ചൊരു ന്യായവും നേരത്തെ കണ്ടുപിടിച്ച് വെക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു വെപ്രാളത്തിൽ ആശാട്ടിക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടിപ്പോയി. അവസാനം ഇളയ മോളെ തനിക്ക് നേരെ തിരിച്ചു അവളുടെ മനസ്സിൽ തന്നെ ദുഷ്ടിയാക്കി എന്നൊക്കെ പദം പറഞ്ഞ് കരയുന്ന കേട്ടു. എന്തോ അതിലേക്ക് പോയി ഇടപെടാനോ അമ്മയെ സമാധാനിപ്പിക്കാനോ ഒന്നും ആ നേരം തോന്നിയില്ല. അവളുടെ വിരൽത്തുമ്പുകൾ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിലൂടെ തൊട്ടുപോയി. മനസ്സിലേക്ക് അനുവാദം ചോദിക്കാതെ തന്നെ ഒരാൾ ഓടിയെത്തി. കഴിഞ്ഞ ആഴ്ച വാഴത്തോപ്പിൽ വെച്ച് കണ്ടതൊഴിച്ചാൽ പിന്നെ ഈ ദിവസം വരെ ആളെ അടുത്ത് കണ്ടിട്ടില്ല. പക്ഷെ അച്ഛൻ ഫോൺ തന്നിട്ട് പോകുന്നത് കൊണ്ട് എന്നും ഒരു നേരമെങ്കിലും 2 വാക്ക് സംസാരിക്കും. ഇന്നിപ്പോൾ അതും പറ്റിയിട്ടില്ല. കാരണമൊന്നും ഇല്ലാതെ അമ്മ ഉച്ചയ്ക്ക് കാണുന്ന സീരിയൽ നേരത്താണ് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാൻ സമയം കിട്ടുക. പക്ഷെ ഇന്നമ്മ സീരിയൽ കണ്ടതുമില്ല, ബാക്കിയുള്ളവരുടെ ജോലിയൊട്ട് ഒഴിഞ്ഞതുമില്ല. വൈകിട്ട് സിദ്ധുവേട്ടൻ ഇന്ന് വരുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പോലും. അതിന്റെ കാര്യമായ ഒരുക്കത്തിലാണ് അമ്മ. സാധാരണ ആര് വന്നാലും പാട്ടായിരിക്കുന്ന ബേക്കറി എന്തെങ്കിലും എടുത്ത് ചായയുമായി കൊടുക്കുന്ന അമ്മയ്ക്ക് ഇന്നിപ്പോൾ കരിച്ചിട്ടും പൊരിച്ചിട്ടും ഒട്ടും മതിയാകുന്നുമില്ല. ആള് വൈകുന്നേരം വന്നാൽ രാത്രി ഊണും കൂടി കഴിച്ചേ പോകുന്നുള്ളൂ പോലും. എന്തെങ്കിലും കാണിക്കട്ടെ. എന്നോട് ചെയ്തു കൊടുക്കാൻ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി പുതിയതെന്തെങ്കിലും പറഞ്ഞ് വിളിക്കാതിരുന്നാൽ മതിയായിരുന്നു. വല്ലാത്തൊരു മടുപ്പ് തോന്നി അവൾ കട്ടിലിലേക്കിരുന്നു. ആഹാ, ഞാൻ ആ അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യുമ്പോൾ നീ ഇവിടെ വന്ന് മലർന്നു കിടക്കുകയാണോ? അശരീരി പോലെ കേട്ട ശബ്ദത്തിൽ അവൾ ശരിക്കും ഞെട്ടി. എല്ലാം കഴിഞ്ഞിട്ടല്ലേ അമ്മേ, ഇനി ചായ മാത്രം ഇട്ടാ പോരെ? അവൾ എഴുന്നേറ്റിരുന്നു കൊണ്ട് സമാധാനത്തിലാണ് ചോദിച്ചത്. എന്ത് കഴിഞ്ഞെന്നാ? ആകെ വടയും പഴംപൊരിയും സമോസയല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കയ്യിലെ നനവ് നെറ്റിയിൽ തൂത്തുകൊണ്ടവർ മുറിക്കകത്തേക്ക് കയറി. ചായക്ക് അത്രയും പോരെ? അമ്പരപ്പായിരുന്നു മുഖത്തെങ്കിലും ചോദ്യത്തിൽ എന്തോ പുച്ഛം അധികമായി പോയി. അതുപോരാ, നീ വന്നേ, ഇച്ചിരി ഇലയുടെ കൂടി ഉണ്ടാക്കാം. അവന് പണ്ടേ അട ഇഷ്ടമാണ്. ഞാനേ അതിപ്പോഴാ ഓർത്തത്. ഇതൊക്കെ ഒരുപാട് കൂടുതലല്ലേ അമ്മേ എന്ന് പറയാൻ വന്ന നാവവൾ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തി. പിന്നെ ഒപ്പം ചെന്നു. തേങ്ങ തിരുമാനും മാവ് കുഴയ്ക്കാനും ഇല നന്നാക്കാനും ഒക്കെയായി പിന്നെയും കുറെ സമയം. രാത്രിയിലേക്ക് ചപ്പാത്തിയും ചിക്കനും എന്ന് പറഞ്ഞ് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. കുറച്ചെടുത്ത് പൊരിക്കാനായി പിരട്ടിയും വെച്ചിട്ടുണ്ട്. ചൂടായ ചൂടോടെ വേണം ഉണ്ടാക്കി കൊടുക്കാനെന്ന്. എല്ലാം ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നിയതും അവളോട് പോയി കുളിക്കാൻ പറഞ്ഞു മഞ്ജു. പറഞ്ഞില്ലെങ്കിലും കുളിച്ചെന്നെ. കാരണം ഇറച്ചിയൊക്കെ തൊട്ടിട്ട് ഇനി വിളക്ക് കത്തിക്കാൻ വയ്യ. റൂമിലെത്തി ഇത്തിരി നേരമെടുത്താണ് അവൾ കുളിച്ചത്. കുളി കഴിഞ്ഞിറങ്ങി തലയിൽ കെട്ടിയിരുന്ന തോർത്ത് പുറത്തേക്ക് വിരിക്കാൻ തുടങ്ങുമ്പോഴാണ് കണ്ടത് ഹാളിലിരുന്ന് ഉറക്കച്ചിരിക്കുന്ന അമ്മയെയും അനന്തരവനെയും. ഒരാനയെ കുളിപ്പിച്ചു കൊണ്ടുവരാൻ ഇത്രയും നേരം വേണ്ടല്ലോ. തമാശ പോലെ ചോദിച്ച ചോദ്യത്തിന് പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി. അതൊന്നും പറയാതിരിക്കുന്ന സിദ്ധുമോനെ ഭേദം. കേറിയാൽ ആ ടാങ്ക് തീർത്തിട്ടേ ഇറങ്ങൂ. അമ്മ ചേച്ചിയെ പറ്റിയാണോ പറയുന്നതെന്ന് ചോദിക്കാൻ തുടങ്ങിയാലും വേണ്ടെന്ന് വെച്ചു.
എന്തായാലും പറയുന്ന ആളും കേൾക്കുന്നയാളും തമാശ നല്ലോണം ആസ്വദിക്കുന്നുണ്ട്. പിന്നെ ഇടയിൽ താനെന്തിനാ? നീ വാ, വന്നിരിക്ക്, ചോദിക്കട്ടെ. അവൻ അങ്ങനെ പറഞ്ഞതും അവിടെ ചെന്നിരിക്കാതെ നിവൃത്തിയില്ലെന്നായി. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലെ കൂടി ഇത് തന്നെയല്ലേ ചോദിച്ചതെന്ന് തിരിച്ചു ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചോദിച്ചില്ല. ഇങ്ങനെ എന്ത് ചോദിച്ചാലും വെറുതെ ചിരിച്ചുകൊണ്ടൊന്നിരിക്കാതെ കൊച്ചിനെയാണോ മാമൻ ഡോക്ടറിന് പഠിപ്പിക്കാൻ വേണ്ടി കണ്ടിടം വിടാൻ നോക്കുന്നത്? ഈ പെണ്ണ് അവിടെ എങ്ങാനും പോയാൽ സർവൈവ് ചെയ്തു വരുമോ അമ്മായി? എനിക്ക് തോന്നുന്നില്ല ഇവൾ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ നിൽക്കുമെന്ന്. ഇന്നത്തെ കാലത്ത് ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ വിളഞ്ഞ വിത്തുകളാണ്. അവർക്കിടയിൽ ഇതുപോലെ ഒരു പാവം. നിനക്ക് ഞാൻ പറഞ്ഞതാണ് ആമ്പിലെ ചേരുന്നത്. നീ ഏതെങ്കിലും ഡിഗ്രിക്ക് പോയാൽ മതി. അല്ലെങ്കിൽ വെറുതെ മാമന്റെ കയ്യിലെ കാശ് കുറെ കടമാക്കാമെന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തനിക്ക് അനുകൂലമായി പറയുന്നു എന്ന രീതിയിൽ സ്വന്തം തീരുമാനം വളരെ മഹത്തായ രീതിയിൽ മുന്നിലേക്ക് വെക്കുന്ന ആളെ ആമ്പലു ഒന്ന് നോക്കി. സിദ്ധാർത്ഥ് ചേട്ടന്റെ സങ്കടം കണ്ടാ തോന്നുമല്ലോ ചേട്ടന്റെ കയ്യിലെ കാശെടുത്ത അവളെ പഠിപ്പിക്കുന്നതെന്ന്. മോൻ പറഞ്ഞതെല്ലാം ശരിയാ മോനെ എന്നുള്ള രീതിയിൽ ശബ്ദത്തിന് മുകളിൽ ഒരു ശബ്ദം അവിടെ കേട്ടതും എല്ലാവരുടെയും നോട്ടം നിമി നേരം കൊണ്ട് അവിടെ. രമ്യ അത്രയും മനോഹരമായ പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് ആമ്പല് ഓടിച്ചെല്ലുമ്പോൾ മുഖം കനത്ത് ദേഷ്യത്തോടെ അവളെ നോക്കുകയായിരുന്നു സിദ്ധുവും മഞ്ജുവും. ഈ പെണ്ണിപ്പോഴും ഇവിടെ കയറി ഇറങ്ങാറുണ്ടോ അമ്മായി? പല്ല് കടിച്ചു പിടിച്ച് ദേഷ്യത്തോടെ സിദ്ധു മഞ്ജുവിനെ നോക്കി. ഇല്ല മോനെ, അന്ന് പരീക്ഷ കഴിഞ്ഞ് ഞാൻ ഇവിടെ വരരുതെന്ന് പറഞ്ഞതിന് ശേഷം ഇതിപ്പോ ആദ്യമാ. അമ്മായി, ഈ പെണ്ണിന്റെ വരവും പോക്കും അങ്ങ് നിർത്തിയേക്കണം കേട്ടോ. അവളുടെ കൂടെ കൂടിയാ നമ്മുടെ ആമ്പിൽ ഇത്രയും ചീത്തയായത്. ഇപ്പൊ അവന്മാര് വരാറില്ലല്ലോ അല്ലേ? ഏയ്, ചെക്കന്മാരുടെ കയറ്റമൊക്കെ മോനെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നിർത്തിച്ചിരുന്നു. എന്തുവാടി അമ്മായിക്കും വരുമാനം തമ്മിൽ ഇത്രയ്ക്ക് അങ്ങ് അടക്കം പറയാൻ? ഇവിടെ കെട്ടുപിടുത്തവും ഉമ്മക്കും ഒക്കെ നടക്കുന്നതിനിടയിൽ സിദ്ധുവും മഞ്ജുവും തമ്മിലുള്ള സംസാരം കണ്ട് രമ്യ അവരുടെ നേരെ നോക്കിക്കൊണ്ട് മെല്ലെ ചോദിച്ചു. എന്തായാലും നല്ലതൊന്നും ആവില്ല. മിക്കവാറും നിന്നെ എങ്ങനെ അടിച്ചു പുറത്താക്കാമെന്നായിരിക്കും രണ്ടിന്റെയും കൂടി ചർച്ച. ബെസ്റ്റ്, നടന്നത് തന്നെ. ഞാൻ വന്നു പോകുമ്പോൾ നിന്റെ അമ്മ നിന്നെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞ് കരയിക്കുമല്ലോ എന്ന് കരുതി ഞാൻ അല്പം ഒന്ന് ഒതുങ്ങിയപ്പോ നിന്റെ അമ്മയ്ക്കും ആ വായി നോക്കിക്കും ഇത്ര അഹങ്കാരമോ? രമ്യ കലിപ്പോടെ അവളെ നോക്കി. ആമ്പല് അതിനൊന്ന് ചിരിച്ചു. തീർത്തു കൊടുക്കാം, നല്ല വേടിപ്പായിട്ട് തന്നെ തീർത്തു കൊടുക്കാം. നീ വാ. രമു, നീ പേടിക്കണ്ട ചെല്ലം, ഇനി കളി വേറെ. പറയുന്നതിനൊപ്പം തന്നെ മഴ നനഞ്ഞ ഫ്രോക്കിന്റെ താഴ്ഭാഗം അവള് നല്ലോണം ഒന്ന് കുടഞ്ഞിട്ടു. സിദ്ധുവേട്ടാ, മഞ്ജു അമ്മ, ഉറക്കെ വിളിച്ചുകൊണ്ടവൾ അവൾക്കടുത്തേക്ക് ചെന്നു. വന്നപ്പോഴേ തുറന്നു തൊള്ള. മഞ്ജു പല്ല് കടിച്ചു. സിദ്ധുവേട്ടൻ ചുള്ളനായിട്ടുണ്ടല്ലോ, എന്താ സംഭവം? സത്യം പറ, ഇങ്ങള് പ്രേമത്തിലല്ലേ? അതിന്റെ ചോപ്പല്ലേ ഈ മുഖത്ത് കാണുന്നത്? ഒരു വല്ലാത്ത ആക്കലോടെ രമ്യ ചോദിച്ചതും സിദ്ധു പെട്ടെന്ന് വല്ലാതായിപ്പോയി. അതിന്റെ ഒരു വെപ്രാളത്തിൽ അവന്റെ നോട്ടം എങ്ങോട്ടൊക്കെയോ പാളി വീണു. കണ്ടോ കണ്ടോ, സിദ്ധേട്ടൻ ചുവന്നു. സിദ്ധു ഒരുമാതിരി ഇഞ്ചി കടിച്ച അവസ്ഥയിലായിപ്പോയി നിൽപ്പ്. സത്യം പറഞ്ഞാൽ അവന്റെ മുഖഭാവം കണ്ട് ചിരി പിടിച്ചു നിൽക്കാൻ വയ്യാഞ്ഞിട്ട് അവള് കുറച്ചുനേരം കുനിഞ്ഞിരുന്നു. കൊച്ചേ, നിനക്കിതെന്താ? എന്തൊക്കെയാ വിളിച്ചു പറയുന്നറിയാവോ? അവന്റെ വെപ്രാളം കണ്ട് മഞ്ജു പെട്ടെന്ന് ഇടയിലേക്ക് കയറി. എന്റെ പൊന്നു മഞ്ജു അമ്മ, സിദ്ധുവേട്ടന്റെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആൾക്ക് പ്രേമമുണ്ടെന്ന്. അത് മിക്കവാറും ആളുടെ പുതിയ ഓഫീസിലെ സ്റ്റാഫ് വല്ലതുമായിരിക്കും. അല്ലെങ്കിൽ ഇവക്കടെ അപ്പച്ചി തന്നെ കണ്ടുപിടിച്ച ഏതെങ്കിലും മുന്തിയ പെണ്ണ്. ചാൻസ് അതിനാട്ടോ കൂടുതല്. നിന്റെ അപ്പച്ചിയാ കണ്ടുപിടിച്ചതെങ്കിൽ ഇട്ടുമൂടാനുള്ള സ്വത്തുള്ള എല്ലാ പെണ്ണുമായിരിക്കും അല്ലേ സിദ്ധുവേട്ടാ? അത് കേട്ടതുമല്ല സിദ്ധുവിന്റെ മുഖം അങ്ങ് മുറുകി. മഞ്ജുവിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. രമ്യ, നീ ചുമ്മാ വായിൽ വരുന്ന ഓരോന്ന് വിളിച്ചു പറയാൻ നിൽക്കല്ലേ. സ്വല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു സിദ്ധുവിന്റെ ആ ശാസന. ഷെടാ, ഇതാപ്പോ നന്നായത്. ഞാൻ ആദ്യം സിദ്ധുവേട്ടനൊരു പ്രേമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ചുവന്നു തൊടുത്ത് ചാമ്പയ്ക്ക പോലെ നിന്ന ആളാണ്. എന്നിട്ട് ഇവ പറയുന്നു ഞാൻ വേണ്ടാദിനം പറഞ്ഞുന്ന്. ആണുങ്ങളായ പറഞ്ഞ വാക്കി ഉറച്ചു നിൽക്കണം കേട്ടോ. ഈ തോരുമാതിരി. സിദ്ധുവിനെ മനഃപൂർവ്വം ചൊറിയാനെന്ന പോലെയുള്ള പെണ്ണിന്റെ മുഖഭാവത്തോടെയുള്ള ആ മുഖത്തു നിന്നും അവൻ നോട്ടം മാറ്റി. നീ നിർത്തുന്നുണ്ടോ രമ്യ? മഞ്ജുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അല്ലേലും ഞാൻ നിർത്തി മഞ്ജുമ്മേ. ഞാനാ മണ്ടി. ഞാൻ കരുതി സിദ്ധുവേട്ടന് ആമ്പലിനെ പോലെ ഞാനും പെങ്ങളാണെന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞോ സിദ്ധുവേട്ടന് ആമ്പല് മാത്രമേ പെങ്ങളായിട്ടുള്ളൂന്ന്. ആമ്പലിനെ അവൾ പെങ്ങളെന്ന് വിളിച്ചതും സിദ്ധു ഞെട്ടിക്കൊണ്ടാണ് അവളെ ആമ്പലിനെ നോക്കിയത്. സത്യം പറടി, നീ ഏട്ടന്റെ സ്വന്തം പെങ്ങളല്ലേ? ആള് ആ പെണ്ണിനെ പറ്റി നിന്നോട് എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? അത്രയും കേട്ടതുമല്ല സിദ്ധു ദേഷ്യത്തോടെ രമ്യ നോക്കിക്കൊണ്ട് ഫോണും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി.
വന്ന് കേറിയപ്പോഴേ ആ ചെറുക്കനെ വെറുപ്പിച്ചപ്പോൾ നിനക്ക് മതിയായോ രമ്യേ? ദേഷ്യത്തോടെ മഞ്ജു രമ്യയെ നോക്കി. വെറുപ്പിച്ചെന്നോ? ഞാനോ? ഈ മഞ്ജു അമ്മയുടെ ഒരു കാര്യം എപ്പോഴും തമാശയാ. വാ അമ്പലു, കുറെ ദിവസം കൂടി കാണുന്നോട് നിന്നോട് എന്തോരം വിശേഷം എനിക്ക് പറയാനുണ്ടെന്നോ. നിന്റെ അമ്മയും നിന്റെ ആങ്ങളെയും ഇവിടെ നിന്ന് സംസാരിക്കട്ടെ. നമുക്ക് മുറിയിലേക്ക് പോവാം. ഞങ്ങള് അകത്തോട്ടിരിക്കാം മഞ്ചമ്മേ. കഴിക്കാൻ നേരമാകുമ്പോ വിളിച്ചാ മതി ട്ടോ. മഞ്ജുവിനെ നോക്കി വെളുക്ക ചിരിച്ചുകൊണ്ട് ടേബിളിൽ നിരത്തി വെച്ചിരുന്ന ഒരു പാത്രത്തിൽ വടയും അടകളും എല്ലാം എടുത്തുകൊണ്ട് ആമ്പലിന്റെ കയ്യും പിടിച്ചവൾ അകത്തേക്ക് നടന്നു. രമ്യയുടെ പ്രവൃത്തികൾ ഒക്കെ വല്ലാത്ത ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന നേരത്താണ് സിത്തു പിന്നെ മുറിയിലേക്ക് കയറി വരുന്നത്. അത്യാവശ്യമായിട്ട് ഒരു ഫോൺ ചെയ്യാനുണ്ടായിരുന്നു അമ്മായി, അതാ ഞാൻ പോയത്. കുഴപ്പമില്ല മോനെ. ആ വായാടി പോയോ? രമ്യ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ടവൻ ചോദിച്ചു. എവിടുന്ന്? എന്റെ മോളെ വിളിച്ചുകൊണ്ട് അകത്തോട്ട് പോയിട്ടുണ്ട്. മുഖമാകെ വലിഞ്ഞു മുറുകി പല്ല് കടിച്ചു പിടിച്ചുകൊണ്ടായിരുന്നു അവരത് പറഞ്ഞത്. ദേ അമ്മായി, ഞാൻ വീണ്ടും പറയുക, ആ പെണ്ണ് ശരിയല്ല കേട്ടോ. പെമ്പിള്ളേര് പറയേണ്ട വർത്തമാനമാണോ അവൾ എന്നോട് പറഞ്ഞത്? പ്രേമം പോലും. എന്റെ മുഖത്ത് നോക്കി പ്രവചിക്കാൻ അവളാരെ ജോത്സ്യനോ? അതുപോലെ ആമ്പിൾ എന്റെ പെങ്ങളാണെന്ന് പറയാൻ ഇവളാരാ? എന്റെ അച്ഛനോ? മര്യാദയ്ക്ക് അമ്മായി എത്രയും പെട്ടെന്ന് ആ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുന്നുണ്ടോ? എനിക്ക് അവളുള്ള സ്ഥലത്ത് നിൽക്കാൻ തന്നെ ദേഷ്യമാണ്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.